പ്രശ്നം അനുഭവിക്കല്ലാതെ ഒരു രക്ഷയില്ല. അവരെ കഴുത്തിൽ കുരുക്ക് വന്നു കഴിഞ്ഞു. ആ കുരുക്ക് ഇങ്ങനെ മുറുകല്ലാതെ അഴിയുന്ന ഒരു ലക്ഷണമല്ല. കാരണം ഇത് എങ്ങനെ നിഷേധിക്കാൻ, മറ്റു സമയത്തും നിഷേധിക്കാൻ പറ്റില്ല, അറബിനും നിഷേധിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഈ വെള്ളത്തിന് ദാഹിച്ച് നടക്കുകയാണെങ്കിലല്ലേ ഇപ്പോ ഇനി ഇവിടുന്ന് കിട്ടൂല, ഞാൻ അപ്പുറത്ത് അബുദാബി പോയിട്ട് ഇതിന്റെ സ്ഥലത്ത് അന്വേഷിച്ച് നടക്കേണ്ടുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നിലവിലുള്ളല്ലോ. ഇത് വളരെ കൃത്യമായി ഈ കാര്യത്തിൽ തന്ത്രപരമായ ഒരു സമീപനം കാന്തപുരം സ്വീകരിച്ച് തൽക്കാലം ജനങ്ങളെ കബളിപ്പിക്കാനുണ്ടാക്കിയ ഒരു വിഷയമാണെന്ന് വളരെ കൃത്യമായി സ്ഥിരപ്പെട്ടത് കൊണ്ടാണല്ലോ അവർക്ക് ഈ കാര്യം സ്ഥിരീകരിക്കാൻ ആളുകളുടെ മുമ്പിൽ കഴിയാത്തത്. അങ്ങനെ സംശയാസ്പദമായ ഈ വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു നിലക്കും സ്ഥിരപ്പെടാത്ത അങ്ങനെ ഒരു വെള്ളത്തിന് വേണ്ടി നമ്മൾ ഓടിച്ചാടി ചെന്ന് കുടിക്കേണ്ട ഒരു ആവശ്യം നിലവില്ല. നമ്മൾ തേടി പിടിച്ചുണ്ടാക്കണ്ടേ. നമുക്ക് കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ട ബോധ്യപ്പെട്ട സാധനം മാത്രം സ്വീകരിച്ചാൽ മതി. അത് വളരെ വിശിഷ്ടമായി നിലയിൽ നമുക്ക് ലോകത്തെ പല ഭാഗത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡ് ഒരു വിഷയം ചർച്ച ചെയ്തപ്പോ ബഹുമാന്യനായ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി TKP അബ്ദുസലാം മുസ്ലിം പറഞ്ഞു, വെല്ലൂരിലൊരു മുടിയുണ്ട്, അതൊരു മുടിയാണ്, അത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ലോകത്തൊക്കെ ഒരു മുടി രണ്ട് മുടി ഇങ്ങനെ സൂക്ഷിച്ചു വരുന്നത്. ഈ മുടി സൂക്ഷിക്കുന്ന സുഹൃത്തിന്റെ കൈവശം തന്നെ ആയിരക്കണക്കിന് മുടികളുണ്ട് എന്നുള്ളത് വളരെ ശക്തമായ വിഷയമാണ്. അതിന്റെ സനത് തേടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ചരിത്രത്തിൽ അങ്ങനെ ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വടിച്ച് വിതരണം ചെയ്ത സമയത്ത് ആയിരക്കണക്കിന് മുടി ഒരാൾ കൈവശം സൂക്ഷിച്ചു വന്നതായി ചരിത്രത്തിൽ ഒരു രേഖ കൊണ്ടുവരാത്ത കാലത്തോളം അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ വിട്ട് കളയാൻ നമുക്ക് യാതൊരു ചാൻസും ഇല്ല അതിനെക്കുറിച്ച് ആലോചിക്കാനും അത് സ്ഥിരീകരിക്കാനും. പിന്നെ അവരിവിടെ വിതരണം ചെയ്ത് സ്ഥിരീകരിച്ചു പോകുമ്പോൾ ആളുകളെ ബോധ്യപ്പെടുത്തുമ്പോൾ സ്ഥിരീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അതവർ നിർവഹിച്ചാൽ അവർക്ക് ആളുകളെ പിടിച്ചു നിൽക്കുക, ഇല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം അവരെ ബാധിക്കുന്ന പ്രശ്നം. നമുക്കിത് തെളിവ് തേടി പുതിയത് പോകേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. പിന്നെ സാന്ദർഭികമായി ഇടയ്ക്കൊരു സുഹൃത്ത് സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഹസ്രജിയുടെ ചെലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കിതാബിൽ അവിടെ കൃത്രിമം നമ്മൾ കാണിച്ചു. കോഴിക്കോട് വിശദീകരണത്തിൽ യാതൊരു കൃത്രിമവും ആ വിഷയത്തിൽ കാണിച്ചിട്ടില്ല. വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, ആ പ്രസംഗത്തിലെ CD ഇന്നും വിപ്ലയിൽ ലഭ്യമായതാണ്. ഈ പുസ്തകം അഹമ്മദ് ഹസ്രജി എന്ന മാന്യ അറബ് സഹോദരൻ എഴുതിയതാണെന്ന് ആരും ഇതുവരെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, അങ്ങനെ പ്രസംഗിച്ചിട്ടുമില്ല. മറിച്ച് ഈ പുസ്തകം വളരെ കൃത്യമായി തുബി അലാ നഫഖത്തി അഹമ്മദ്, ഹസ്രജിയുടെ മകൻ അഹമ്മദിന്റെ ചെലവിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്നാണ് എല്ലാ ആളുകളും പ്രസംഗത്തിൽ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ചെലവിൽ പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമല്ല, അത് സമർപ്പിക്കുന്ന സമർപ്പണം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഫസ്റ്റ് പേജിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വന്യപിതാവ് വളരെ മാന്യനായ ആദരണീയനായ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഹസ്രജി. നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ ഖബറും അല്ലാഹു പ്രകാശപൂരിതമായി കൊടുക്കുമാറാകട്ടെ. ഞാനുമായി വ്യക്തിപരമായി അടുത്ത് ബന്ധമുള്ള ആളാണ്. പ്രത്യേകിച്ചും ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ മകൻ അഹമ്മദും ഒരിക്കൽ കേരളത്തിൽ സന്ദർശിച്ചിരുന്നു. അന്ന് അദ്ദേഹം ഔഖാഫ് മിനിസ്റ്ററാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. ഈ കേരളത്തിൽ സന്ദർശിച്ച ഒരു മാസ്റ്ററോട് ചികിത്സയ്ക്ക് വേണ്ടി താമസിച്ചിരുന്നു. അന്ന് കോഴിക്കോട് ഇസ്ലാം സെന്റർ പണി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. അന്ന് ഞാനതിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഷെയ്ഖ് ഹസ്രജിയുമായി ബന്ധപ്പെടുകയും അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തി. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭിമുഖം നടത്തി സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട ആദർശങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് സത്യധാരയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അദ്ദേഹം സമീപിക്കുകയും ചെയ്തു. അദ്ദേഹം നല്ലൊരു അഭിമുഖം നൽകി. കൂട്ടത്തിൽ അദ്ദേഹം സംഘടനയും സംവിധാനങ്ങളും ചോദിച്ചറിഞ്ഞപ്പോ, കോഴിക്കോട് ഇസ്ലാം സെന്ററിനെ കുറിച്ച് പറഞ്ഞപ്പോ, നിങ്ങൾ അടുത്ത റമദാൻ അവിടെ വാ, ഞാൻ ഇൻഷാല്ലാ വേണ്ട സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷണിച്ചപ്പോ പിന്നത്തെ റമദാനോട് ചെന്നപ്പോ ഞാൻ കൃത്യമായി ഓർക്കുകയാണ്, അദ്ദേഹത്തെ സമീപിക്കാൻ വേണ്ടി അദ്ദേഹം ക്ഷണിച്ചു ചെന്നതല്ലേ എന്ന നിലയിൽ അന്നത്തെ അബുദാബി സുന്നി സ്റ്റുഡന്റ് സെന്ററിന്റെ പ്രസിഡന്റ് കാണാവ് സയ്യിദുൽ മുസ്ലിയാർ ഞാനും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഇറങ്ങിയ ഉടനെ അദ്ദേഹത്തെ കണ്ടു. ആദ്യമായി അദ്ദേഹം ചോദിച്ചു, സലാമൊക്കെ പറഞ്ഞു ബന്ധപ്പെട്ടപ്പോ നിന്റെ പെട്ടി എവിടെയെന്ന് ചോദിച്ചു. പെട്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ല ചോദിച്ചു. ആ കൊണ്ടുവന്നിട്ടുണ്ട്, എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മുത്തവ സയ്യിദുൽ മുസ്ലിയാർ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു. അതെങ്ങനെ അവിടെ വെക്കുന്നത്, നിന്നെ ഞാൻ ക്ഷണിച്ചിട്ട് വന്നതല്ലേ, നിന്റെ പെട്ടി ഇവിടെ കൊണ്ടുപോവാ, നീ ഇവിടെയാണ് താമസിക്കേണ്ടതെന്ന് അദ്ദേഹം വിളിക്കുകയും ആ പെട്ടി പോയി എടുത്തു കൊണ്ടുവരികയും, ഏകദേശം കണ്ണിത്തുസാന്റെ ശൈലിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ വീട്ടിൽ റൂം നൽകുകയും ആ റമദാന്റെ തുടക്കം മുതൽ തിരിച്ചു വരുന്നവരെ ഒരു മാസക്കാലം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്. പുറത്തു പോകും, ആവശ്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചവിടെ വരും. ഈ രീതിയിൽ ഈ ഒരു മാസക്കാലം അദ്ദേഹത്തിന്റെ കൂടെ പലപ്പോഴും നോമ്പ് തുറന്ന് എല്ലാ ദിവസവും അത്താഴം കഴിച്ച് അവിടെ കഴിച്ചുകൂട്ടിയ ആ റമദാൻ ശ്രദ്ധേയമായ കാര്യം, ആ റമദാനിൽ ഒരു മുടിയാണ് പ്രദർശിപ്പിച്ചിട്ടില്ല. അതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. വളരെ കൃത്യമായ കാര്യം. 2006 അദ്ദേഹം വഫാത്തായത്. അതിന്റെയും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവിടെ ചെന്ന് താമസിച്ചത്. അന്ന് ആ മുടി ഇവിടെ പറയുന്നത് എല്ലാ റമദാനിലും റബീഉൽ അവ്വലിലും ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ റമദാനിൽ എന്തായാലും പ്രദർശിപ്പിച്ചില്ല. അപ്പൊ സംഭവം ഇല്ല എന്നുള്ള കാര്യം തീർച്ചയായും ഇവരുണ്ട് എന്ന് പറയുന്നില്ല.
ഇരിക്കട്ടെ. അപ്പൊ ആ നിലയിൽ വളരെ കൃത്യമായി പിൽക്കാലത്ത് ഇദ്ദേഹത്തിന്റെ കൈവശം വന്ന ഈ മുടി, ആയിരക്കണക്കിന് മുടികൾ എങ്ങനെ ഉണ്ടായി എന്ന പ്രശ്നം വളരെ പ്രകടമായ നിലയ്ക്കാണ്. ഏതായിരുന്നാലും അദ്ദേഹം തന്റെ പിതാവിന്റെ പേരിൽ സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം, അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ ഇബ്നിഹി അഹമ്മദ്, മകൻ അഹമ്മദ് ഖസർജിയുടെ ചെലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥം എന്നാണ് പറഞ്ഞത്. ആ ഗ്രന്ഥത്തിൽ വളരെ വിശദമായി 248 പേജുകളിലെ കനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അസ്റാറുൽ ആസാരിൻ നബവിയ, പ്രവാചകരുമായി ബന്ധപ്പെട്ട വിശുദ്ധാവശിഷ്ടങ്ങളുടെ രഹസ്യങ്ങൾ എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേജ് നമ്പർ 200 മുതൽ പേജ് നമ്പർ 225 വരെ എന്ന് വെച്ചാൽ 25 പേജുകളിൽ ഓരോ പേജുകളിലും ലോകത്ത് ഓരോ പ്രദേശങ്ങളിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വരുന്നു, അതിന്റെ ചിത്രം, അതിന്റെ അടിക്കുറിപ്പ്. ഞാൻ ഉദാഹരണമായി വായിച്ചു കേൾപ്പിക്കാം. ഷാറാത്തുൽ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്തംബൂൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സൂക്ഷിക്കപ്പെടുന്നത് പേജ് നമ്പർ 222 ചിത്രമുണ്ട്, വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജ് ഷാറത്തുമിൻ ഷാറാത്ത് റസൂൽ അക്രം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബനാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിൽ നിന്ന് ഒരു മുടി സൂക്ഷിക്കപ്പെടുന്നത് കൃത്യമായ ഒരു ചിത്രമുണ്ട് ഭംഗിയായിട്ട്. അടുത്ത പേജ് ഷാറത്താനുമിൻ ഷാറാത്ത് റസൂൽ അക്രം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തംബൂൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടികൾപ്പെട്ട 2 മുടി സൂക്ഷിക്കപ്പെടുന്നത്. ഈ തരത്തിൽ 25 പേജുകളിൽ ലോകത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടികൾ സൂക്ഷിച്ചു വരുന്ന ചിത്രസഹിതം ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അവതരിപ്പിച്ചിട്ട് സമ്പൂർണമായില്ല എന്ന നിലയിൽ വളരെ കൃത്യമായി അദ്ദേഹം ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യ പോലുള്ള പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഇത് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അതിന്റെ ഫോട്ടോ അദ്ദേഹം സംഘടിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, വൽ മുസ്ലിമൂന ഫി മിസ്ർ, ഈജിപ്തിലെ മുസ്ലിമീങ്ങൾ, വസുരിയ വലബനാൻ വൽ ഉർദുൻ വൽ ഇറാഖ് വഫലസ്തീൻ വൽ യമൻ വൽ മഗ്രിബ് വൽ ലിബിയ വൽ ജസായിർ വസ്സൂദാൻ വതുർക്കിയ വൽ ഹിന്ദ് വൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വമക്ക അൽ മുകറമ വൽ മദീന അൽ മുനവ്വറ വഗൈരിഹ മിൻ ബിലാദില്ല. ഇത്രയും രാജ്യങ്ങൾ, പിന്നെ വഗൈരിഹ മിൻ ബിലാദില്ല, അള്ളാഹുവിന്റെ മറ്റു ചില രാജ്യങ്ങളും അവിടെയൊക്കെ തഅവ്വദു അൻ യതബറകു ബിശൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിൻ മഖ്സൂസ്, പ്രത്യേകമായ ഒരു ദിവസത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി പുറത്തെടുത്ത് ബറക്കത്തെടുക്കുന്ന പരിപാടി ഉണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഈ വിഷയം വായിച്ചപ്പോൾ നമ്മളൊരു കൃത്രിമവും കാണിച്ചിട്ടില്ല. ഈ ഇത്ര വിശദമായി ചിത്രസഹിതം ലോകത്തെ പ്രധാന മുടികളൊക്കെ കൊടുത്ത് ബാക്കി പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ അറിവിലുള്ള എല്ലാ രാജ്യങ്ങളും പേരെടുത്ത് പറഞ്ഞു. അറിവിൽപ്പെടാത്ത രാജ്യങ്ങൾ ചിലതിലും ഉണ്ട് എന്ന് അദ്ദേഹം വഗൈരിഹ മിൻ ബിലാദ് മറ്റു ചില രാജ്യങ്ങളും സൂചിപ്പിച്ച കൂട്ടത്തിൽ അൽ ഇമാറത്തുൽ അറബിയ്യത്തുൽ മുത്തഹിദ എന്ന് പറയുന്ന UAE-യിൽ ഇതുണ്ട് എന്ന് ഇത്ര ഈ പുസ്തകം ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഷെയ്ഖ് അഹമ്മദ് ഖസർജിക്ക് കൈമാറുന്ന ആ മാന്യദേഹം അഹമ്മദ് ഖസർജിയുമായി എത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ സ്വന്തം നേതൃത്വത്തിൽ അങ്ങനെ ഒരു മുടി പൂർവ്വകാലത്ത് സൂക്ഷിച്ചു വരുന്നെങ്കിൽ തീർച്ചയായും ഇത്രമാത്രം വൈകാ അടുത്ത ബന്ധമുള്ള ഇദ്ദേഹത്തിന് ആ മുടി അറിയേണ്ടതായിരുന്നു, ആ മുടി ഇതിൽ പരാമർശിക്കേണ്ടതായിരുന്നു, അതിന്റെ ചിത്രം ആദ്യമായി കൊടുക്കേണ്ടതായിരുന്നു. മിനിമം അങ്ങനെ ചിത്രമില്ലായിരുന്നുവെങ്കിൽ പോലും ജസ്റ്റ് ഇതിന്റെ അവതാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന ഷെയ്ഖ് അഹമ്മദ് ഖസർജി ഇങ്ങനൊരു എക്സ്ട്രാ മുടി കൂടി ഇവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതായിരുന്നു ഒരു ആമുഖം എന്ന നിലയിൽ. അതുപോലും പറയാത്ത കാരണം സത്യത്തിൽ ഈ മുടി പൂർവ്വകാലത്ത് അദ്ദേഹത്തിന്റെ കൈവശമില്ല എന്ന രേഖയായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആ വസ്തുത ഇന്നും നിലനിൽക്കുന്നു. ഷെയ്ഖ് അഹമ്മദ് ഖസർജി പോലും തന്റെ പിതൃ പരമ്പരയിലൂടെ ഈ മുടി കിട്ടിപ്പോന്നാണെന്ന് പറയുന്നില്ല. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. മറിച്ച് കാന്തപുരം വിഭാഗമാണ് ഈ വാസ്തവവിരുദ്ധമായ കാര്യം പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതൃപരമ്പരയിലൂടെ കിട്ടിപ്പോന്നതാണ്, അതുകൊണ്ട് അത് പണ്ടേ ഉള്ളതാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ വരാറുന്നത് അത് വേറെ എങ്ങനെയാണെന്ന് ഒഴിഞ്ഞു മാറുകയാണ്. നമ്മളും ഹസ്രജിയും പറയുന്ന ഒന്നാണ് ഈ വിഷയം. പൂർവ്വകാല പിതൃപരമ്പരയോട് കിട്ടിപ്പോകുന്നതല്ല. അങ്ങനെ കിട്ടിപ്പോകുന്ന പഴയ കാലത്തൊരു മുടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അബുദാബിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ വരേണ്ടതായിരുന്നു, പരാമർശിക്കേണ്ടതായിരുന്നു. ആ വിഷയം അങ്ങനെ നിലനിൽക്കുന്നു, സാമ്പത്തികമായി ചൂണ്ടിക്കാണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കണ്ട ഉസ്താദിന്റെ വിശദീകരണത്തിൽ വളരെ സത്യസന്ധമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും വളരെ സത്യസന്ധമായി മനസ്സിലാക്കുന്നവർക്കും
വളരെ വിശദമായി തന്നെ ഉസ്താദ് വിശദീകരിച്ചു കഴിഞ്ഞു. മറുഭാഗത്തിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും കാര്യങ്ങൾ ഗ്രഹിക്കണമെന്നും വിശദീകരണം ശ്രദ്ധിക്കണമെന്നും വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. എനിക്കിപ്പോ PM-കൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മുനാഫിക്കായി, പിന്നെ ആഖിറം നഷ്ടപ്പെടും, അങ്ങട്ടാവും ഇങ്ങട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ എന്റെ മോണിറ്റർ മൂടിയിരിക്കുകയാണ്. സത്യം മനസ്സിലാക്കാനും സത്യം ഗ്രഹിക്കാനും സമയം വിനിയോഗിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, മൈക്ക് അനുവദിച്ച ആളുകൾ എടുക്കാതിരിക്കരുത്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നമ്മളെല്ലാം കേട്ടു കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മറുപടി വളരെയധികം മാന്യമായ രീതിയിൽ, ഞാനും സത്യത്തിൽ ഇന്ന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പേരോട് നടത്തിയ ആ പ്രസംഗം കുറെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കേട്ടു. പക്ഷെ അതിന്റെ മുമ്പും ശേഷവുമുള്ള പ്രസംഗങ്ങളും എല്ലാം കേട്ടു. പക്ഷെ സത്യത്തില് അവര് ആടിനെ പട്ടിയാക്കുന്ന ഒരു തരം പരിപാടിയാണ് നടത്തിയത്. കാരണം മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിച്ചത് എന്താണ്? വളരെ മാന്യമായി നമ്മൾ ചോദിച്ചത്, എനിക്ക് നമ്മുടെ SKSS പരിപാടിയിൽ നമ്മൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, അത് വ്യക്തമായിക്കൊണ്ട് കൂടത്തായി ആദ്യം തന്നെ പറഞ്ഞു, ഇനി ഇവർ നടത്താനിരിക്കുന്ന 10,000-കണക്കിന് പണക്കൊഴുപ്പ് കൊണ്ട് ഇവർക്ക് പലതും നടത്താവുന്നതാണ്. 10,000-കണക്കിന് പൊതുയോഗങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അതിന് മറുപടി എന്നാണ്. അഥവാ സനതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് വേറെ എന്തൊക്കെയോ പറഞ്ഞ് ജനങ്ങളെ പൊട്ടം കളിപ്പിക്കുന്ന, പാവപ്പെട്ട ജനങ്ങളെ അവർ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വൃത്തികെട്ട ഒരു പരിപാടി. അത് മാന്യമല്ലാത്ത ഭാഷയിൽ ഒരുപാട് കളിയാക്കൽ കേട്ട് ചിരിക്കാൻ ആർക്കും സാധിക്കും, ഏത് വിഡ്ഢിക്കും അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് ദീനാണ്. ദീനിന് ആവശ്യമുള്ളത്, അതിന് ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ അതിനുള്ള തെളിവുകളാണ്. അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നത്. നമ്മളിപ്പോഴും ചോദിക്കുന്നത് സനതാണ്. അത് കാണിക്കാൻ അവരുടെ കയ്യിലില്ല. മാന്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് മറുപടി പറയുന്നു. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മാന്യമായി ചുരുങ്ങിയ വാക്കുകളിൽ അത് ചോദിച്ചാൽ വ്യക്തമായ മറുപടി ഉസ്താദ് നൽകും. സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അതല്ലാതെ വെറുതെ ഒരു പൊട്ടക്കണത്തിലെ തവളകളെ പോലെ അത് മാത്രം കേട്ടുകൊണ്ട് അത് മാത്രമാണ് ഒരു ലോകമെന്ന് കരുതി മുന്നോട്ട് പോകാനാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ സഹോദരന്മാരെ, പെട്ടെന്ന് ചോദിക്കാനുള്ളവർ, ഇവിടെ സമയം 12 മണി കഴിഞ്ഞു. ചോദിക്കാനുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇവിടെ ഫ്രീ ആക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹലോ, അടുത്ത ആള് ഹനീഫ് ഏലംകുളം എന്ന ഐഡിയിലുള്ള ആള്